Next system is the excretory system, and as the name indicates, excretory system deals with the excretion of waste materials, especially in the fluid form. But digestive system നമ്മൾ waste materialsന്റെ eliminationനെ പറ്റിയിട്ട് പഠിച്ചു. That is through a process called defecation. അതും excretion തന്നെയാണ്, പക്ഷെ അവിടെ solid materialsന്റെ excretion ആണ്. ഇവിടെ excretory systemത്തിൽ മെയിനായിട്ട് ഫ്ലൂയിഡ് മെറ്റീരിയൽസിൻ്റെയാണ്. ഫ്ലൂയിഡ് മാത്രമല്ല, അതിനകത്ത് ഡിസോൾവ് ആയി പോകുന്ന മെറ്റീരിയൽസും അതിൻ്റെ എക്സ്ക്രീഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആൻഡ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യൂറേറ്റേഴ്സ് ദാറ്റ് ഓപ്പൺ ഇൻ ടു ആൻ ഇലാസ്റ്റിക് ഓർഗൻ കോൾഡ് ദി urinary bladder that opens to the exterior through the urethra. അപ്പോൾ ഇതാണ് കിഡ്നിയുടെ പാർട്സ്, അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ യൂറിനറി സിസ്റ്റത്തിൻ്റെ പാർട്സ്. എ പെയർ ഓഫ് കിഡ്നീസ്. അപ്പോൾ കിഡ്നീസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിൽ വരുന്നത് അയോട്ടയാണ്. ആൻഡ് അയോട്ടയിലെ ഒരു ബ്രാഞ്ച് കിഡ്നിയിലേക്ക് വരുന്നു ഇൻ ദി ഫോം ഓഫ് റീനൽ ആർട്ടറി. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇൻഫീരിയർ വിനാക്കാവയാണ്. അതിലേക്ക് ഇംപ്യോർ ബ്ലഡ് ആണ് വരുന്നത്. ആൻഡ് ദ റീനൽ വെയിൻ കളക്ട്സ് ഇംപ്യോർ ബ്ലഡ് ഫ്രം ദി കിഡ്നീസ് ആൻഡ് ഓപ്പൺസ് ഇറ്റ് ഇൻ ടു ദി ഇൻഫീരിയർ വിനാക്കാവ. പിന്നെ കിഡ്നീസിൽ അതിൽ നിന്നും യൂറിൻ ഫോം ചെയ്തതിന് ശേഷം യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് ഈ യുറേറ്റേഴ്സിൽ കൂടിയാണ്, ടു ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു യൂറിനറി ബ്ലാഡറിലേക്കാണ്. ആൻഡ് ബ്ലാഡറിൽ അത് കുറച്ച് നേരം സ്റ്റോർ ചെയ്യും. അതിനുശേഷം അത് യൂറേത്രയിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ യൂറേത്രൽ ഓപ്പണിംഗ് ഈസ് ഓൾസോ ഗാർഡഡ് ബൈ ടു സ്പിങ്ക്റ്റേഴ്സ്, ഇൻറ്റേർണൽ യൂറേത്രൽ സ്പിങ്ക്റ്റർ ആൻഡ് എക്സ്റ്റേർണൽ യൂറേത്രൽ സ്പിങ്ക്റ്റർ. നമ്മൾ ഏനൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ കണ്ട രണ്ട് സ്പിങ്ക്റ്റേഴ്സിനെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ രണ്ട് സ്പിങ്ക്റ്റേഴ്സും. അപ്പോൾ ഇൻറ്റേർണൽ ഏനൽ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യുറേത്രൽ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. എക്സ്റ്റേർണൽ യുറേത്രൽ സ്പിങ്ക്റ്റർ എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഈ ഒരു യൂറേത്രൽ ഓപ്പണിങ്ങിൻ്റെ അല്ലെങ്കിൽ യൂറേത്രയുടെ ഡിഫറൻസിനെ പറ്റിയിട്ടാണ് ഇൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ്. ഇപ്പോൾ രണ്ട് പേരിലും അത് നല്ലോണം ഡിഫറെൻ്റ് ആണ്. ഇൻ മെയിൽസ് ദ യുറേത്ര ഈസ് ലോങ്ങർ കമ്പയർഡ് ടു ഫീമെയിൽസ്. ഇപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ആണ് പറയുന്നത്. മെയിൽസിൽ യുറേത്ര കുറച്ചും കൂടി ലോങ്ങറാണ് ഫീമെയിൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി സെക്കൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ യുറേത്ര, അതിൽ മെയിൽ യുറേത്ര ആക്ട്സ് ആസ് എ യൂറിനോജെനൈറ്റൽ ട്രാക്ട്. യൂറിനോജെനൈറ്റൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ യൂറിനറി സിസ്റ്റത്തെ, അതായത് കിഡ്നിയിൽ നിന്നും ഫോം ചെയ്യുന്ന ആ യൂറിൻ പുറത്തേക്ക് പോകാനായിട്ടുള്ളതും ഈ യുറേത്രയിൽ കൂടെ തന്നെയാണ്. അതേപോലെ തന്നെ മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സെക്രീഷൻ ആയിട്ടുള്ള സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ്, അതിനകത്ത് സ്പേംസും എല്ലാം പ്രസൻ്റ് ആണ്. ആ സെമൻ ബോഡിയിൽ നിന്നും പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നതും ഈ പറഞ്ഞ യുറേത്രയിൽ കൂടെ തന്നെയാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും കോമൺ ട്രാക്റ്റുകളായതുകൊണ്ട് മെയിൽ യുറേത്രേനെ യൂറിനോജെനൈറ്റൽ ട്രാക്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് യുറേത്രയിൽ കൂടിയാണ്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി യൂറിനറി സിസ്റ്റം. ആൻഡ് ജെനൈറ്റൽ ട്രാക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് വേറെ ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദി വജൈന. ഓക്കെ, അപ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട്. സോ ദീസ് ആർ ദി ടു മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ യുറേത്ര ആൻഡ് ഫീമെയിൽ യുറേത്ര. മെയിൽ യുറേത്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലോങ്ങർ കമ്പയർഡ് ടു ഫീമെയിൽ യുറേത്ര ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ യൂറിനോജെനൈറ്റൽ ട്രാക്ട്. ഫീമെയിൽ യുറേത്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഷോർട്ടർ ഇൻ ലെങ്ത്, പിന്നെ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി യൂറിനറി സിസ്റ്റം. ഓക്കെ, അടുത്തത് കിഡ്നിയുടെ ക്രോസ് സെക്ഷനാണ്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ നമ്മൾ കിഡ്നീനെ രണ്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ കിഡ്നി ഈസ് കവേർഡ് ബൈ എ റീനൽ ക്യാപ്സ്യൂൾ. അതിനെ കവർ ചെയ്യുന്ന ആ കവറിങ്ങിനെ പറയുന്നത് റീനൽ ക്യാപ്സ്യൂൾ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ് ആസ് ദി കോർട്ടെക്സ് ആൻഡ് ദി മെഡുല്ല. ഇപ്പോൾ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും ഈ നെഫ്രോണിൻ്റെ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഏരിയ ഒക്കെയാണ് കാണുന്നത്. ആൻഡ് മെഡുല്ല പോർഷനിലാണ് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം കാണുന്നത്. സോ ഇൻ ദി മെഡുല്ല വി ക്യാൻ സീ സം 15 to 20
triangular shaped structures. ഇതിപ്പോൾ നല്ല enlarged ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, but actually there are about 15 to 20 triangular shaped structures, and those structures are called renal pyramids. Okay, ഈ സ്ട്രക്ചേഴ്സിനെ പറയുന്നത് renal pyramids എന്നാണ്. ഇവിടെയാണ് ആക്ച്വലി നെഫ്രോണിൻ്റെ ആ ഒരു ട്യൂബുലാർ പോർഷൻ, അതായത് PCT, DCT പോലത്തെ ഭാഗങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഒരു ട്യൂബുലാർ സ്ട്രക്ചറിലേക്കാണ്. നെഫ്രോൺസിൻ്റെ ആ ട്യൂബ്യൂൾ പോർഷനെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ട്യൂബുലാർ സ്ട്രക്ചേഴ്സിലേക്കാണ്. ആൻഡ് ദോസ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ദി പാപ്പില്ല. ഈ ഇതിനകത്ത് റീനൽ പിരമിഡ്സിനകത്ത് ഇങ്ങനെ ലൈൻ പോലെ കാണുന്നത് റീനൽ പാപ്പില്ല എന്നാണ് അതിനെ പറയാം. പാപ്പില്ലേ എന്ന് പ്ലൂറൽ പറയും. ആൻഡ് ദ റീനൽ പാപ്പില്ലേ ഓപ്പൺ ഇൻ ടു സ്മോൾ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് ദോസ് ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് മൈനർ കാലിസസ്, സിംഗുലർ മൈനർ കാലിക്സ്. ഓക്കെ, അപ്പോൾ ഓരോ റീനൽ പിരമിഡിൻ്റെയും ബേസിൽ ഇതുപോലത്തെ ഓരോ ഫണൽ ഷേപ്ഡ് ഓപ്പണിംഗ് ഉണ്ട്. ആ ഫണൽ ഷേപ്ഡ് ഓപ്പണിങ്ങിനെ പറയുന്നത് മൈനർ കാലിക്സ് എന്നാണ്. പിന്നെ ഒന്നോ രണ്ടോ മൈനർ കാലിസസ് ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്ന കുറച്ചും കൂടി വലിയ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് മേജർ കാലിക്സ് എന്ന് പറയുന്നത്. ഒരു കിഡ്നിക്കകത്ത് നോക്കുമ്പോൾ ഒരു 3-4 മേജർ കാലിസസ് ആണ് ഉണ്ടാവുക. പക്ഷേ എത്ര നമ്പർ ഓഫ് റീനൽ പിരമിഡ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് മൈനർ കാലിസസ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 2-3 റീനൽ മൈനർ കാലിസസ് ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു മേജർ കാലിക്സിലേക്ക് ഓപ്പൺ ചെയ്യും. ഈ മേജർ കാലിസസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കുറച്ചും കൂടി വലിയ സ്ട്രക്ചറിലേക്ക് ഫോം ചെയ്യുന്നത്, വിച്ച് ഇസ് കോൾഡ് ദി റീനൽ പെൽവിസ്. ആൻഡ് റീനൽ പെൽവിസ് കണ്ടിന്യൂസ് ആസ് ദി യൂറേറ്റർ. അപ്പോൾ ആ റീനൽ പെൽവിസ് ആണ് പിന്നെ യൂറേറ്ററായിട്ട് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വരുന്ന മറ്റൊരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആണ് റീനൽ ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിപ്പോൾ ക്രോസ് സെക്ഷൻ അല്ല, ഫുൾ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ യൂറേറ്റേഴ്സും അതേപോലെ തന്നെ ഈ ബ്ലഡ് വെസൽസ് എല്ലാം പോകുന്ന ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ക്യാപ്സ്യൂളിൻ്റെ അവിടെ വരുന്നൊരു ഓപ്പണിംഗ് ആണ്. ആൻഡ് ദാറ്റ് ഓപ്പണിംഗ് ഈസ് കോൾഡ് റീനൽ ഹൈലം. ആൻഡ് ഇറ്റ് ഈസ് ദി ഓപ്പണിംഗ് ത്രൂ വിച്ച് renal artery, renal vein, renal nerves, lymph vessels etc. enter and exit the kidney. അപ്പോൾ കിഡ്നിയിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും എല്ലാം ഈ പറഞ്ഞ ഒരു ഓപ്പണിങ്ങിൽ കൂടിയാണ്. ദാറ്റ് ഓപ്പണിംഗ് ഇസ് കോൾഡ് റീനൽ ഹൈലം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് വീണ്ടും ആ സെയിം പിക്ചർ തന്നെ കാണിച്ചതാണ്. അപ്പോൾ ഇതിൽ ഈ 2 റീനൽ പിരമിഡ്സിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഒരു സ്പേസിനെ നമ്മൾ റീനൽ കോളം എന്ന് പറയും. ഓക്കെ, ഈ സ്പേസിന് റീനൽ കോളം എന്നാണ് പറയുക. ഒരു റീനൽ പിരമിഡും അതിൻ്റെ 2 സൈഡിലും കാണുന്ന റീനൽ കോളവും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ആ സ്ട്രക്ചറിനെ റീനൽ ലോബ് എന്നും പറയും. ജസ്റ്റ് ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. Then comes the blood supply to the kidneys. അപ്പോൾ നമ്മളിപ്പോൾ റീനൽ ആർട്ടറി, റീനൽ വെയിൻ എന്നുള്ളത് കണ്ടു. അത് കിഡ്നിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ റീനൽ ആർട്ടറി ആഫ്റ്റർ എൻട്രിങ് ഇൻ ടു ദി കിഡ്നി ത്രൂ ദി റീനൽ ഹൈലം ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് സ്മോൾ ആർട്ടറീസ്. ഒരു റീനൽ ആർട്ടറി, ഒറ്റ റീനൽ ആർട്ടറിയേ ഉള്ളൂ. അത് പക്ഷേ കിഡ്നിയുടെ അകത്തേക്ക് എൻറ്റർ ചെയ്തതിന് ശേഷം ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ ബ്രാഞ്ചസ് ഒക്കെ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം റീനൽ ആർട്ടറി ആ ഹൈലത്തിൽ കൂടെ എൻറ്റർ ചെയ്തതിന് ശേഷം ആദ്യത്തെ ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സെഗ്മെൻറ്റൽ ആർട്ടറി എന്നാണ് പറയുക. ഈ സെഗ്മെൻറ്റൽ ആർട്ടറി പിന്നീട് ഓരോ റീനൽ പിരമിഡിൻ്റെയും സൈഡിൽ കൂടെ, അതായത് ആ റീനൽ കോളത്തിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. ആൻഡ് ദാറ്റ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഇൻ്റർലോബാർ ആർട്ടറി. ഈ ഇൻ്റർലോബാർ ആർട്ടറി ഈ സൈഡിൽ കൂടെ പോകുന്നതാണ് ഇൻ്റർലോബാർ ആർട്ടറി. അത് എന്നിട്ട് ഈ റീനൽ പിരമിഡിൻ്റെ എപ്പെക്സിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ മുകളിലത്തെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഫോം ചെയ്യും. And that arch is called arcuate artery. Arcuate arteryയിൽ നിന്നും പിന്നെ ഇങ്ങനെ കുഞ്ഞു കുറേ ബ്രാഞ്ചസ് അറൈസ് ചെയ്യും. ആൻഡ് ദോസ് ബ്രാഞ്ചസ് ആർ കോൾഡ് ഇൻ്റർലോബ്യുലാർ ആർട്ടറീസ്. ഈ ഇൻ്റർലോബ്യുലാർ ആർട്ടറീസ് പിന്നെ
നെഫ്രോണിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കറിയാം നെഫ്രോണിന് ഒരു ബോമെൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിലേക്ക് പോകുന്ന ലോബ്യുലാർ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ. ആ കപ്പിലേക്ക് വരുന്ന ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് എഫറൻറ്റ് ആർട്ടീരിയോൾ. അതിനുശേഷം ആ ഒരു ബോമെൻസ് ക്യാപ്സ്യൂളിൻ്റെ അതിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് ഗ്ലോമെറുലസ് എന്ന് പറയുന്നത്. ആ ഗ്ലോമെറുലസ് പിന്നെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ മറ്റേ എൻഡിൽ പോയിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. എഫറൻറ്റ് ആർട്ടീരിയോൾ പിന്നീട് ട്യൂബുലാർ പോർഷനിലേക്ക് പോകുന്നു ഇൻ ദി ഫോം ഓഫ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ഈ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എത്തുന്നതോട് കൂടിയിട്ട് ആർട്ടീരിയൽ സിസ്റ്റം കംപ്ലീറ്റ് ആവുകയാണ്. അത് കഴിഞ്ഞ് പെരി ട്യൂബുലാർ കാപ്പിലറീസ് പിന്നെ അതിൻ്റെ വീനസ് എൻഡിൽ കമ്പൈൻ ചെയ്യുന്നതാണ് വാസ റെക്റ്റ എന്ന് പറയുന്നത്. ഈ വാസ റെക്റ്റ പിന്നെ ആ ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് ഇൻടു ദി ഇൻ്റർ ലോബ്യുലാർ വെയിൻ. ഇനി തിരിച്ചു വരികയാണ്. അപ്പോൾ ഇൻ്റർ ലോബ്യുലാർ വെയിനാണ് ഈ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും കാണുന്നത്. ഇൻ്റർ ലോബ്യുലാർ വെയിൻ പിന്നെ ആ ഒരു ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആർക്യുവേറ്റ് വെയിനിലേക്കാണ്. ആർക്യുവേറ്റ് വെയിൻ പിന്നെ ഇൻ്റർ ലോബാർ വെയിനായിട്ട് മാറും. ആൻഡ് ഇൻ്റർ ലോബാർ വെയിൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് റീനൽ വെയിനായിട്ട് മാറുന്നു, വിച്ച് ഓപ്പൺസ് ഇൻ ടു ദി ഇൻഫീരിയർ വിന കാവ. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് പാത്വേ. ഓക്കെ, ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ സെഗ്മെൻറ്റൽ വെയിൻ എന്ന് പറയുന്നൊരു വെയിനില്ല, ഇൻ്റർ ലോബാർ വെയിൻസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് റീനൽ വെയിനായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ബ്ലഡ് സപ്ലൈ ടു ദി കിഡ്നീസ്. അപ്പോൾ റീനൽ ആർട്ടറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. റീനൽ ആർട്ടറി പിന്നെ കിഡ്നിയുടെ അകത്തേക്ക് കയറിയതിന് ശേഷം സെഗ്മെൻറ്റൽ ആർട്ടറി ആകും. സെഗ്മെൻറ്റൽ ആർട്ടറി പിന്നെ ഇൻ്റർ ലോബാർ ആർട്ടറി ആകുന്നു. ഇൻ്റർ ലോബാർ ആർട്ടറി ആർക്യുവേറ്റ് ആർട്ടറി ആകും. ആർക്യുവേറ്റ് ആർട്ടറി ഇൻ്റർ ലോബ്യുലാർ ആർട്ടറി ആകും. അത് പിന്നെ ഗ്ലോമെറുലസിലേക്ക് അല്ലെങ്കിൽ ബോമെൻസ് ക്യാപ്സ്യൂളിലേക്ക് പോകുന്നു ഇൻ ദി ഫോം ഓഫ് എഫറൻറ്റ് ആർട്ടീരിയോൾ. ആ കപ്പിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലോമെറുലസ് ആയിട്ട് മാറുന്നു. അതിൻ്റെ അതർ എൻഡിൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇഫറൻറ്റ് ആർട്ടീരിയോൾ ആകും. ആ ഇഫറൻറ്റ് ആർട്ടീരിയോൾ ട്യൂബുലാർ പോർഷനിലേക്ക് പോകുന്നു ഇൻ ദി ഫോം ഓഫ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. പെരി ട്യൂബുലാർ കാപ്പിലറീസിൻ്റെ വീനസ് എൻഡിൽ വരുന്നതാണ് വാസ റെക്റ്റ. വാസ റെക്റ്റ പിന്നെ അതിൻ്റെ ആ ഇംപ്യൂർ ബ്ലഡിനെല്ലാം കൂടിയിട്ട് ഇൻ്റർ ലോബ്യുലാർ വെയിനിലേക്ക് കൊടുക്കും. ഇൻ്റർ ലോബ്യുലാർ വെയിൻ പിന്നെ ആർക്യുവേറ്റ് വെയിൻ ആകും. ആർക്യുവേറ്റ് വെയിൻ പിന്നെ ഇൻ്റർ ലോബാർ വെയിൻ ആകും. ഇൻ്റർ ലോബാർ വെയിൻ പിന്നെ റീനൽ വെയിനായിട്ട് മാറിയതിന് ശേഷം റീനൽ വെയിൻ ആ ഇംപ്യൂർ ബ്ലഡിനെ ഇൻഫീരിയർ വിന കാവയിലേക്ക് കൊടുക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദി ബ്ലഡ് സപ്ലൈ ടു ദി കിഡ്നി. അപ്പോൾ ഇത്രയുമാണ് കിഡ്നിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട്.